ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ റാഹത്താണ്. ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ടുള്ള കിഡിലും ഒരു ക്യാരറ്റ് പോളന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്താറിന് ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ ക്യാരറ്റ് പോള കേട്ടോ. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് 6 ക്യാരറ്റാണ് എടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 4 എഗ്ഗ്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, പിന്നെ ഡെക്കറേഷനായിട്ട് കുറച്ച് അണ്ടി മുന്തിരി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമ്മളെ ക്യാരറ്റ് പോള റെഡിയാക്കാൻ. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് 3 വിസിലിന് ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് തണുക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി തണുത്ത ക്യാരറ്റ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, പിന്നെ 4 എഗ്ഗും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കണ നമ്മളെ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. പാൽപ്പൊടി ചേർത്തതിന് ശേഷം അധികം അടിച്ചെടുക്കണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ക്യാരറ്റ് പോളയ്ക്കുള്ള ബാറ്ററി. ഇപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ഒരു സോസ് പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ആദ്യം നമ്മൾ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ അണ്ടി മുന്തിരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം നെയ്യ് നിങ്ങൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റട്ടോ. ജസ്റ്റ് കുറച്ച് നെയ്യ് മതി. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടണത്. ഇനി നമുക്ക് 20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോൾ നമ്മളെ ബാറ്ററി ഒന്ന് സെറ്റാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും ചേർക്കുമ്പോൾ താഴോട്ട് പോകില്ല, ജസ്റ്റ് മുകളിൽ പൊന്തി നിൽക്കും കേട്ടോ. അതിനാണ് 5 മിനിറ്റിനോട് ഇതൊന്ന് ഓപ്പൺ ആക്കണത്. ഇനി ഒരു 15 മിനിറ്റും കൂടിയാണ് കേട്ടോ അത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതാ 20 മിനിറ്റ് കൊണ്ട് നമ്മളെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക ക്യാരറ്റ് പോള ഫുള്ള് കുക്കായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇത് ഫുള്ള് കുക്കായിട്ടുണ്ട്. ഈ പോള നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ പാനിൽ നിന്ന് മാറ്റേണ്ടത്. കാരണം ഇതിലേക്ക് മൈദപ്പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പോള ഭയങ്കര സോഫ്റ്റാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഈസി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പോള. ഇത് നമ്മൾ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോട്ടോ. അതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണിത്. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. എല്ലാവരും ഇഫ്താറിന് ഈ ഒരു ക്യാരറ്റ് പോള ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് പോളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗായിട്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.